ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ഈസി ആയിട്ട് ഹോം മെയ്ഡ് ബർഗർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ഹോം മെയ്ഡ് പാറ്റീസ് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്ന അധികം സ്പൈസി അല്ലാത്ത നല്ലൊരു ബർഗർ റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്ക് പാറ്റീസ് റെഡിയാക്കി എടുക്കാം. അതിന് ഞാനിപ്പോൾ ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കനിൽ അത് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയത് ബ്രെഡാണ്. ഞാനൊരു 2 ബ്രെഡ് ഒന്നൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് 2 ബ്രെഡ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു വെല്ലുള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയത് 4 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളക്, എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് നമ്മൾ ഈ ബ്രെഡും ഈ ഉള്ളിയും പച്ചമുളകും ഒക്കെ നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി മിക്സ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിതിൽ കുറച്ച് റെഡ് ചില്ലീസ് ക്രഷ് ചെയ്തത് വേണം. അപ്പോൾ ഞാൻ കുറച്ച് ക്രഷ്ഡ് റെഡ് ചില്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് പാപ്രിക്ക പൗഡറാണ്, അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അറബിക് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഈ ചിക്കനും ബ്രെഡിൻ്റെ മിക്സും എല്ലാം കൂടിയും കറക്റ്റ് മിക്സ് ആവുന്ന വരെ നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ നല്ലോണം ഇതൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പാറ്റി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സെയിം പാറ്റി നമുക്ക് വേണമെങ്കിൽ ബ്രെഡ് കോട്ടിലൊക്കെ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് നമുക്ക് നമ്മൾ സിംഗർ ബർഗറൊക്കെ പോലെ നമുക്ക് വേണമെങ്കിൽ പൊരിച്ചെടുക്കുക. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാറ്റി റെഡിയാക്കിയെടുത്ത്. ഇതാ നമ്മളെ ബർഗർ ബൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാറ്റി ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ബട്ടറും കൂടിയും തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാറ്റീസ് ഇതാ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ അധികം കട്ടിയില്ലാത്ത രീതിയിൽ ഇതൊന്ന് പരത്തിയിട്ട് നമുക്ക് ഈ ബട്ടർ ഓയിലിലേക്ക് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ ഇത് വേഗം കുക്കായി വരും. കാരണം നമ്മൾ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ വേഗം കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രിൽ പാൻ ആയതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ലഞ്ച് ബോക്സ് റെസിപ്പിയൊക്കെ ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു പാറ്റി മിക്സ് റെഡിയാക്കി എടുത്താൽ നമുക്ക് ഒരു 1-2 ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ബർഗറൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഒന്നും ആവില്ല. നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പം ഈ സൈഡും കൂടി നമുക്ക് റെഡി ആയതിനു ശേഷം ബാക്കിയുള്ളത് കൂടി ഇതേപോലെ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് നമ്മളെ ഫില്ലിങ്ങിന് കൊടുക്കാനുള്ളത് 1/2 കപ്പ് മയോണൈസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഹോം മെയ്ഡ് മയോണൈസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് നമ്മൾ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഇതേപോലത്തെ ചീസിൻ്റെ സ്പ്രെഡ് ഉണ്ടാവും, അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേപോലെ മസ്റ്റാർഡ് സോസ് ഉണ്ടെങ്കിൽ മസ്റ്റാർഡ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്ന സോസ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം ഞാനിതിലേക്ക് 3 കാര്യങ്ങളാണ്, അതായത് നമ്മളെ മയോണൈസും കെച്ചപ്പും ചീസിൻ്റെ സ്പ്രെഡും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബണ്ണ് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. നമുക്ക് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം.
ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മളെ ലെത്തൂസും ടൊമാറ്റോസുമാണ്. അതായത് നമ്മളെ ബർഗറിലൊക്കെ വെക്കുന്ന ഇലയില്ലേ, ആ ഇലയും പിന്നെ കുറച്ച് ടൊമാറ്റോസുമാണ് ഇതിലേക്ക് ഞാൻ ഇട്ടെടുക്കുന്ന വെജിറ്റബിൾസ്. നമ്മൾ ബണ്ണിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത സോസ് തേച്ച് കൊടുക്കുക. നമ്മൾ അസംബ്ലിംഗ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മളെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ആ സോസിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച പാറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചൂടോടുക്കെ തന്നെ ചെയ്യുക, എന്നാൽ പിന്നെ നമ്മളിതിലേക്ക് കൊടുക്കുന്ന ചീസൊക്കെ വേഗം മെൽറ്റായിട്ട് നമുക്ക് വേഗം സെറ്റായിട്ട് വരും. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടോടുക്കെ തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു ചെറിയ പീസ് ലെത്തൂസ് ലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ടൊമാറ്റോസും, പിന്നെ മറ്റേ സൈഡ് നമ്മൾ ആ സോസ് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ബണ്ണ് ക്ലോസ് ചെയ്യാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പാറ്റി റെഡിയാക്കിയ പാനിൽ നമുക്ക് ഈ ബർഗർ സെറ്റാക്കി എടുക്കാം. ജസ്റ്റ് രണ്ട് സൈഡും ഒന്നൊന്ന് മുരിഞ്ഞാൽ മതി. നമുക്ക് ചൂടോടുക്കെ തന്നെ അപ്പോൾ ആ ചീസും എല്ലാം ഒന്ന് വേഗം മെൽറ്റായി വേഗം സെറ്റായി വരും. ഇതിന് മുകളിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറ്റേ സൈഡും കൂടിയും ഇട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ഈ ചൂടോടുക്ക് തന്നെ സെർവ് ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പാറ്റി നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതായത് എഗ്ഗിൻ്റെ മിക്സിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. ഞാനിപ്പം ജസ്റ്റ് ഷാലോ ഫ്രൈ ആണ് ചെയ്തത്. അതാണ് നമ്മൾ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. അധികം സ്പൈസി ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ബർഗറാണ്. അപ്പോൾ ശരി, താങ്ക് യു.